ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു മോർണിംഗ് വ്ളോഗാണ് കേട്ടോ. രാവിലെ ഞാൻ എണീറ്റ് പല്ല് തേക്കലൊക്കെ കഴിഞ്ഞിട്ട് നേരെ വരുന്ന അടുക്കളയിലേക്കാണ്. അടുക്കളയിൽ വന്ന ആദ്യത്തെ പണിത അടുപ്പൊന്ന് വൃത്തിയാക്കലാണ് കേട്ടോ. നമ്മൾ രാത്രി തന്നെ അടുക്കള മൊത്തത്തിൽ വൃത്തിയാക്കുന്നതുകൊണ്ട് ഇനി വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അടുപ്പിൻ്റെ സൈഡിൽ കൂടെ ഈ കരി ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് ആ സ്റ്റീലിൻ്റെ മുകളിലുള്ളത് അതൊന്ന് കഴുകിയിട്ട് തുടച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അത് ആ വെണ്ണീറും കൂടി കോരിയിട്ടുണ്ട് കേട്ടോ. അടുപ്പിൻ്റെ മുകളിലുള്ള റിങ് ഞാൻ രാത്രി തന്നെ കഴുകിയിട്ട് അവിടെ ചാരി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് തുടക്കൽ കഴിഞ്ഞിട്ട് വേഗം പോയിട്ട് കുളിച്ചു കേട്ടോ. അപ്പോൾ എല്ലായിടം തുടച്ചിട്ടുണ്ട്. സിറ്റ് ഔട്ട് മാത്രമേ ഇനി തുടയ്ക്കാണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ നല്ലപോലെ ഇരുട്ടാണ്. അപ്പോൾ ഇന്ന് കുട്ടികൾക്ക് സ്കൂളിലുകൊണ്ട് കുറച്ച് നേരത്തെ എണീറ്റതാണ് കേട്ടോ. ഇനി 2-3 ദിവസം ലീവല്ലേ. പിന്നെ വേഗം വിളക്ക് വെച്ചിട്ട് തലേ ദിവസത്തെ പൂക്കളും ഇതൊക്കെ മാറ്റിയിട്ടാണ് കേട്ടോ വിളക്ക് വെച്ച് ചന്ദനത്തിരിയും പിന്നെ ഒരു നമ്മുടെ സാമ്പ്രാണി ഉണ്ടല്ലോ അതും ഒന്ന് കത്തിച്ച് വെച്ചിട്ടുണ്ട് ഒരു മണത്തിന് വേണ്ടിയിട്ട്. പിന്നെ വേഗം ചന്ദനം കൂടി അരച്ചു കിട്ടും. ചന്ദനം അരച്ചിട്ട് ഞാൻ ഇടുകയും ചെയ്തു. പിന്നെ മക്കൾക്കുള്ളത് കുറച്ച് അരച്ചിട്ട് നമ്മുടെ ചന്ദനം മുട്ടിയുടെ സൈഡിൽ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അവർ ചന്ദനം ഇടാൻ വരുമ്പോൾ കുറച്ച് വെള്ളമാക്കിയിട്ട് ഒന്നും കൂടെ അരച്ചെടുത്താൽ മതി. ഇനി നമ്മൾ നേരെ പോണത് ചോറൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. തീ കത്തിച്ചിട്ട് വേണം. അപ്പോൾ ആദ്യം തന്നെ തീ കത്തിച്ചിട്ട് അരി അടുപ്പത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കിയുള്ള പണിയൊക്കെ ഒരുങ്ങുമ്പോഴേക്ക് ചോറും ആവും കേട്ടോ. അപ്പോൾ ഞാൻ വീതനയുടെ അടിയിലാണ് വിറക് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് കുറച്ച് ചെറിയ ചുള്ളൽ മാത്രം എടുത്തിട്ട് വന്നു. എന്നിട്ട് കത്തിച്ചിട്ട് ചോറിനുള്ള വെള്ളം എടുത്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനൊരു ഗ്ലാസ് കട്ടൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഉണ്ടാക്കിയപ്പോഴേക്കും നമ്മുടെ വെള്ളം ചൂടാക്കി ഞാൻ വേഗം അരിയും കൂടി ഇട്ടു. ഇന്ന് മട്ടരിയാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ചോറ് ഇന്നലെ കുട്ടികളൊക്കെ ഉച്ചയ്ക്ക് അമ്മായിയുടെ വീട്ടിലേക്ക് പോയിട്ടോ. അതുകൊണ്ട് തന്നെ ചോറ് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോറ് വെച്ചിട്ടുള്ള പാത്രം കഴുകിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ചെറിയ വേറൊരു പാത്രത്തിലാണ് ചുക്കുവെള്ളം വെച്ചത്. പിന്നെ ഇന്നലത്തെ ചുക്കുവെള്ളം കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. ഞാനതൊന്ന് ചൂടാക്കിയിട്ട് നമ്മളെ ജഗ്ഗൊക്കെ കഴുകിയാക്കി ഒഴിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പുറത്തേക്കൊന്ന് നോക്കിയതുണ്ട് നമ്മളെ ചോറ് കൊണ്ടുപോയിട്ട് പുറത്ത് കൊണ്ടുപോയി കാക്കയ്ക്കോ പൂച്ചയ്ക്കൊക്കെ കൂട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നോക്കുമ്പോൾ നല്ല ഇരുട്ടാണ്. അപ്പോൾ ഞാനിതാ വെള്ളം ചൂടാക്കിയത് ജഗ്ഗിൽ ഒഴിച്ച് വെച്ചു. പിന്നെ ഇഡ്ഡലിക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. നമ്മളിന്ന് ഉപ്പേരി ഉണ്ടാക്കുന്നത് ബീൻസാണ് കേട്ടോ. പിന്നെ ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ ഇഡ്ഡലി തട്ടിൽ കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ തൂവി കൊടുക്കും. അപ്പോൾ വേഗം അത് നമ്മുടെ ഇഡ്ഡലി തട്ടിൽ നിന്ന് വേഗം വിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇഡ്ഡലി അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ പിന്നെ നോക്കുമ്പോൾ കുറച്ച് വെളിച്ചം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ചോറ് കൊണ്ടുപോയിട്ട് പുറത്ത് കൊണ്ടുപോയി കൊട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാക്കയും പിന്നെ നമ്മുടെ കോഴികളൊക്കെ കഴിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പശുവിനെ കൊണ്ടുപോയി കൊടുക്കുക പറഞ്ഞാൽ കുറച്ച് ദൂരം നമുക്ക് പോകണം. പിന്നെ ഞാൻ പുറത്തൊന്ന് നോക്കിയതാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. മഴ ഇങ്ങനെ തോർന്നിട്ട് പൂക്കളൊക്കെ ഇങ്ങനെ മുറ്റത്ത് നിറയെ വീണിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ അത് വേഗം വന്നിട്ട് ഇഡ്ഡലി എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം തളിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ബീൻസ് അരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇഡ്ഡലി എടുത്തിട്ട് അടുത്ത തട്ടും കൂടി വെച്ചിട്ടുണ്ട്. 2 പ്രാവശ്യം വെക്കുമ്പോഴേക്കും നമ്മുടെ മാവ് മൊത്തം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ബീൻസ് വേഗം നേരെ വെക്കുകയാണ്. ബീൻസ് ഉപ്പേരി മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ കൊത്തമര ഇഷ്ടമല്ല. അപ്പം അങ്ങനെ ഉപ്പേരിക്കുള്ളതൊക്കെ സെറ്റാക്കിയത് ഉള്ളിയും പച്ചമുളക് ഇട്ടിട്ട് ഉപ്പേരി ഒരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇഡ്ഡലിക്ക് ചമ്മന്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ വലിയ ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ ഇട്ടിട്ട് എണ്ണയിലൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. അതിൽ ഉപ്പൊക്കെ ഇട്ടിട്ട് പിന്നെ കുറച്ച് തേങ്ങയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് വാട്ടിയിട്ട് ഒരു 3/4 ഭാഗം വാടി വന്നാൽ മതിയിട്ട്. നല്ല പോലെ വാട്ടേണ്ട ആവശ്യമില്ല. പിന്നെ അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ചായ വെച്ച് പാലും കാച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് പിന്നെ പാത്രങ്ങൾ കഴുകാനുള്ളത് ഇങ്ങനെ വാഷ് ബേസിക്ക് ഓരോന്നുള്ളത് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് വാഷ് ബേസ് നിറയുന്നത്. പിന്നെ ഈ ഒരു മിക്സിയുടെ ജാറ് മാത്രം ഞാൻ കയ്യോടെ കഴുകി വയ്ക്കും കേട്ടോ. അല്ലെങ്കിൽ അതിൻ്റെ അടിയിൽ ഇങ്ങനെ ഉച്ച കെട്ടിയ പോലെ ഉണ്ടായിരിക്കും. പിന്നെ ആ ചോറ് ഞാൻ മോൾക്ക് ഇതൊന്ന് ഊറ്റി കൊടുക്കുകയാണ് ചെയ്തത്. ബാക്കി ഉണ്ടായിരുന്ന ചോറും കൂടി ഊറ്റിയെടുക്കുന്നുണ്ട്. ചോറ് ഊറ്റലും കൂടിയും കഴിഞ്ഞ് പിന്നെ ഞാൻ വേഗം പോണത് നമ്മുടെ സിറ്റ് ഔട്ട് തുടയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. രാവിലെ ഞാൻ സിറ്റ് ഔട്ട് മാത്രം തുടച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ തുടപ്പ് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയായിരുന്നു. ഞാൻ അവിടെയും കൂടി തുടക്കൽ കഴിഞ്ഞിട്ട് തുടപ്പൊന്ന് കഴുകി അവിടെ തൂക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ വന്നിട്ട് നമ്മൾ ചവിട്ടി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ആ ചവിട്ടിയൊക്കെ ഒന്ന് എടുത്ത് അവിടെയൊക്കെ ഒന്ന് സെറ്റാക്കി. അപ്പോൾ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനിതാ കുറച്ച് സാമ്പ്രാണി ഉണ്ടായിരുന്നു അതൊന്ന് പുകച്ചു കേട്ടോ. പിന്നെ കോഴികൾ അപ്പോഴേക്ക് ഒച്ച ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോഴികളെയൊക്കെ വിട്ടു കേട്ടോ. ഈ ഒരു കോഴി തിന്നില്ല, മറ്റുള്ളവരെ തിന്നാനായിരിക്കില്ല കേട്ടോ. അങ്ങനെ കൊത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അതിനെ ആട്ടി വിട്ടിട്ടുണ്ട്. പിന്നെ അതാ മക്കളൊക്കെ പോയി കഴിഞ്ഞപ്പോൾ വാതിലൊക്കെ അടച്ച് നേരെ വരികയാണ്. ഇനി അടുത്ത പരിപാടി ഭക്ഷണം കഴിക്കലാണ് കേട്ടോ. നല്ല പോലെ വിശക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടേക്ക് ഒന്ന് വൃത്തിയാക്കി ഇങ്ങനെ മൊത്തത്തിൽ വൃത്തിയായതിന് ശേഷം ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ ഏറ്റവും ഇഷ്ടമുള്ളത്. ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞ് പിന്നെ പാത്രം കഴുകാമല്ലോ. അപ്പോൾ ഞാനങ്ങനെ ചോറ് വെച്ചതും ഒക്കെ പാത്രം ഇവിടെ കൊടുന്ന് വെച്ചപ്പോഴാണ് കേട്ടോ മുടി കെട്ടാർത്തില്ലല്ലോ എന്ന് ആലോചിച്ചു. അപ്പോൾ വേഗം പോയിട്ട് മുടിയൊന്നും കെട്ടാർത്തൊരു ക്രാബ് ഇട്ടിട്ട് മൊത്തത്തിലൊന്ന് പിടിച്ച് കെട്ടിയിട്ടുണ്ട്. പിന്നെ അതാ ഇഡ്ഡലിയും ചമ്മന്തിയും പിന്നെ ചായ വെക്കാൻ നിന്നില്ല. ഒരു ഗ്ലാസ് ചുക്കുവെള്ളം കൂടി എടുത്തിട്ട് വേഗം പോയിട്ട് കഴിച്ചു കേട്ടോ. കഴിക്കൽ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ പാത്രം കഴുകുകയാണ്. പാത്രം കഴുകാൻ തുടങ്ങിയിട്ട് പിന്നെ മൊത്തത്തിൽ പാത്രം കഴുകി കഴിഞ്ഞ് അതെടുത്തേക്കലും കൂടിയും കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇനി ബാക്കിയുള്ള പണിയെടുക്കുക. ഇനി ഉച്ചയ്ക്കുള്ളതും കൂടി ഉണ്ടാക്കിയാൽ മതി. രാവിലെ ഉപ്പേരിയും ചോറും ആയിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഒരു കറിയും കൂടിയും വെക്കാം കേട്ടോ.
പാത്രം കഴുകൽ കഴിഞ്ഞപ്പോൾ അത് ആ വേസ്റ്റൊക്കെ കൊണ്ടുപോയി കളഞ്ഞു. പിന്നെ പാത്രം എടുത്തു വെക്കാൻ വേണ്ടി വന്നപ്പോഴാണ് കേട്ടോ നമ്മൾ മുളക് തൈരിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് ഞാൻ ഒന്നും കൂടി ഒന്ന് കുലുക്കിയിട്ടോ. വെയിലത്തിടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, നല്ല പോലെ മഴയാണ്. അപ്പം ഞാൻ അത് പാത്രം എടുത്ത് കഴിഞ്ഞപ്പോഴേക്ക് പിന്നെയും മഴ തുടങ്ങിയിട്ടോ. അപ്പോൾ അത്രയുള്ള നമ്മുടെ കുഞ്ഞു